ഫഹദിന്റെ കണ്ണുകളുടെ തീക്ഷ്ണത സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്? ഇല്ല. എന്നാലും സിനിമകൾ കണ്ടു കഴിയുമ്പോ കാർബണിലൊക്കെ കണ്ണ് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ഞാൻ സിനിമയിൽ വന്നിട്ട് 12 വർഷമായിട്ടുള്ളൂ. എനിക്ക് ഈ ഓഗസ്റ്റ് 40 വയസ്സാവും. അപ്പൊ 28 വർഷം ഈ കണ്ണായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ ഈ കണ്ണ് എനിക്ക് അന്നൊന്നും ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. അതെന്റെ കണ്ണ് ഷൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫേഴ്സിന്റെയും അത് ഷൂട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന മുഹൂർത്തങ്ങളിലേക്ക് പ്രത്യേകത. അല്ല, അത് എന്റെ കണ്ണ് സാധാരണ എന്റെ അമ്മയുടെ കണ്ണ്. അതിന്റെ ഒരു കളറിന്റെ വ്യത്യാസം നല്ലത്. ഐ മീൻ ബ്രൗൺ കളർ എന്റെ എല്ലാവരുടെയും കണ്ണ് പോലൊരു കണ്ണ് മാത്രമാണ്. അത് എന്റെ സിനിമാറ്റോഗ്രാഫേഴ്സ് ആണത്. പക്ഷെ കണ്ണിന് ഷാർപ്നെസ് കൊടുക്കാൻ കഴിയുന്നത് ഒരു ഭയങ്കര കഴിവല്ലേ? ആ നോട്ടത്തിലൊക്കെ ദഹിപ്പിച്ച് കളയാൻ പറ്റുന്ന അതുണ്ടല്ലോ. ഈ ചോദ്യമൊക്കെ കൊണ്ടുവന്ന് കഴിയട്ടെ ഫഹദിന്റെ കരിയറിൽ 20 വർഷം പൂർത്തിയാക്കുമ്പോൾ കടന്നു വന്ന വഴികളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അപ്പൊ എന്താണ് തോന്നാറുള്ളത്? വഴി കഴിഞ്ഞ എത്തിയല്ലോ. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. ഇതൊന്നും എക്സ്പെക്റ്റഡോ വിചാരിച്ചോ പ്ലാൻഡോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇത് നീ അങ്ങോട്ടും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞ ഇടയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കും, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആലോചിക്കാറുണ്ടോ? ഇടയ്ക്ക് പണ്ടാലും ഇപ്പൊ ഇനിയിപ്പോ ഒന്നും ആകാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പിന്നെ ആയിട്ട് തന്നെ നിക്കണമല്ലോ. ഓക്കെ, മലയൻ കുഞ്ഞ് ഷൂട്ടിനിടയ്ക്ക് മൂക്കിനുണ്ടായ മുറിവ് വിക്ര സിനിമയിൽ ഗ്ലാമർ കൂട്ടിയതായി തോന്നിയായിരുന്നു. ചേട്ടൻ അങ്ങനെ തോന്നിയില്ല? എനിക്ക് തോന്നിയായിരുന്നു. ഗ്ലാമർ ഒന്നും കൂട്ടിയിട്ടില്ല, ആറ്റിറ്റ്യൂഡ് കൂട്ടിയതായിട്ടോ. എന്തോ മൂക്കൊടിഞ്ഞോണ്ടോ? അല്ല, ആ ഒരു മുറിവ് എങ്ങനെ കാണാൻ. ആ മുറി സ്റ്റിച്ചിന്റെ മാർക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ട് ആണ് ഒരു പരിധി വരെ. ഇതൊക്കെ എനിക്ക് പുതിയ അറിവുകളാണ്. ഓക്കെ, ഫഹദ് ഫാസിലിനെ അപ്രോച്ച് ചെയ്യാൻ പലർക്കും പേടിയാണ്. അത്തരമൊരു ഇമേജ് എനിക്കുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്തിനെ അപ്രോച്ച് ചെയ്യാൻ? പടത്തിനാണ്? എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചേട്ടാന്നൊക്കെ പറഞ്ഞ് വരാനോ അടുത്ത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് വർത്താനം പറയാനൊക്കെ ഒരു പേടി തോന്നാറുണ്ട്. ആൾക്കാർക്ക് തോന്നാറുണ്ടോ? എന്റെ അറിവില്ല. ഇല്ല, അങ്ങനെ ഒരു ഇമേജ് ഇല്ല. പക്ഷെ ചേട്ടൻ അങ്ങനെ എന്താ ഏതെങ്കിലും ഒരു ആരാധകൻ ഓടി വന്ന ദേഷ്യം എന്ന എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടോ? ഒരിക്കലും പോലും ഇല്ല. ഇല്ല, വരുന്നവരെ ഇഷ്ടമാണ്. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വരുന്നോണ്ടും നമുക്ക് അങ്ങനെ എനിക്ക് ദേഷ്യം തോന്നിട്ടില്ല. മലയൻ കുഞ്ഞ് സിനിമ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഇതാണ് ലളിതമായ ചോദ്യമാണ് എന്റെ അമ്മ. ഇല്ലില്ല, എനിക്ക് അങ്ങനെ എന്നെ പറ്റി അങ്ങനെ അഭിമാനം തോന്നി. എന്ത് തോന്നി? അഭിമാനം. പ്രിവ്യൂ കണ്ടപ്പോഴേക്കും നമുക്ക് തന്നെ ഒരു ബഹുമാനം, റെസ്പെക്ട്. ഇല്ലില്ല. എന്റെ ചേട്ടാ, സിനിമ കാണാൻ ഞങ്ങൾക്ക് ഇതുവരെ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇനി 2 ദിവസം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പോലും അതിന്റെ ടീസർ, ട്രെയിലർ, ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു സാഷ്ടാംഗം അഭിമാനം തോന്നി. അടിപൊളി. ബിലാൽ സിനിമയിൽ ഫഹദ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? എന്നാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരമില്ല.